ചില അഡ്രസ്റ്റാൻ പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ഒരു കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചത്. ഇവിടെ കുഷ്ഠരോഗി പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയും. ഈശോ പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ്. ഇന്നത്തെ ലേഖനഭാഗത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നമ്മൾ ഈ രണ്ട് വചനഭാഗം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് നമ്മുടെ വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ദൈവം അത് നമുക്ക് നൽകും എന്നുള്ളതാണ്. കുഷ്ഠരോഗി ഈശോയോട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, ഇനി അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയുമെന്ന് പറയുകയാണ്. ഈശോ പറയുകയാണ്, എന്റെ ആഗ്രഹം അത് തന്നെയാണ്, നീ ശുദ്ധനാകണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറയുകയാണ്. അത് കുഷ്ഠരോഗത്തിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് ഈ കുഷ്ഠരോഗിയെ ആഗ്രഹിച്ചെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ആ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഈശോയോട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു വിശുദ്ധിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ഹൃദയത്തിനെയും ഒരു വിശുദ്ധിയാണ് നമ്മൾ ഈശോയോട് ഇന്നത്തെ വചനം വായിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ചു വേണ്ട, ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ വിശുദ്ധനാക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു രീതിയിൽ ഈശോയോട് ചോദിച്ച് നമ്മൾ ഈശോയോട് വിശുദ്ധി വാങ്ങണമെന്നുള്ളതാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ദൈവത്തോട് ഈ വിശുദ്ധീകരണത്തിന് വേണ്ടി, എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം എന്നെ വിശുദ്ധീകരിക്കും, വിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ട് ദൈവം എന്നെ സഹായിക്കും എന്നുള്ളൊരു ബോധ്യം, ആ ഒരു ബോധ്യം വളർത്തിയെടുക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.